ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നിപ്പോൾ രാവിലെ എണീറ്റു ചായ വെക്കാൻ പോവാണ്. അപ്പോൾ കട്ടൻ ചായ. അതിന് മുമ്പായിട്ട് നോക്കാം. ഇന്നലെ ഉച്ചക്കത്തെ ഭക്ഷണം പകുതി വേസ്റ്റായി, പകുതിയിലധികം വേസ്റ്റായി. എന്നെ കൊണ്ട് അസുഖമായിട്ട് കഴിക്കാൻ പറ്റിയില്ല. അതാ ഉച്ചക്കത്തെ ഇത് വേസ്റ്റായി. അത് കഴിഞ്ഞ് ഇപ്പോൾ രാത്രിയത്തെയും കൂടി ചോറ് വെറുതെ കുഴച്ച് ബാക്കി ഇട്ടിട്ടുണ്ട്. വന്നു ഭക്ഷണം കഴിക്കാൻ തീരെ വയ്യാത്തതുകൊണ്ടാണ്. എന്തായാലും നോക്കട്ടെ. ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കാണ്. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്, പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ കളർ നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് എന്താ പറയുക, സ്ഥിരമായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കറുപ്പ് കളറിൽ കാണുന്നത്. ചായപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ കട്ടൻ ചായ റെഡിയായി പെട്ടെന്ന് തിളയ്ക്കും. കാരണം ചെറിയ ഗ്ലാസ്സിനൊരു ഗ്ലാസ്സല്ല ഇട്ടത്. ഇപ്പം തന്നെ തിളയ്ക്കാൻ തുടങ്ങിയതാണ്. നോക്കട്ടെ, ഇതൊന്ന് തുണി ഗ്ലാസ് കൊണ്ട് പിടിച്ചിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ചായ റെഡിയാവും. ഇപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാണ്ട്. ഇന്നലെ ഒരു കറി തന്ന പാത്രം ബാക്കിയൊക്കെ അങ്ങനെ കിടക്കണം, ഒന്നുമില്ല. അതാ ചായ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഒരു മിനിറ്റ് പോലും വേണ്ട. കാരണം അത്രയും ചെറിയ ഗ്ലാസ്സിലായതുകൊണ്ട് പെട്ടെന്ന് തിളയ്ക്കും ചായ. അങ്ങനെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. കാരണം ഗ്യാസ് 2 പ്രാവശ്യം ഓഫ് ചെയ്തൊന്ന് പ്രസ് ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ പഴയ ഇതല്ലേ, ലീക്കേജ് വല്ലതും വന്നാൽ പെട്ടുപോകുമല്ലോ. അപ്പം ഞാനത് ചായ അരിക്കണമെന്നില്ല, ഇങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിക്കുകയാണ്. ഒഴിച്ചു. അവിടെ താഴത്ത് ഇവിടെ തന്നെയാണ് ബെഡിലിരിക്കുക. ഇന്നലെ കഴിച്ചതിൻ്റെ ബാക്കി 2 ബിസ്ക്കറ്റുണ്ട്. മോംസ് മാജിക് എന്ന് പറഞ്ഞിട്ട് ഗുഡ് ഡേ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇത് നമുക്കിട്ട് ചായ കുടിക്കാം. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചു, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.